അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 12 ബുധനാഴ്ച. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാജി ചോദിച്ചു വരേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിങ്ങൾ ജയിച്ചതിലൊന്നും വേവലാതിയില്ലെന്നും വേവലാതിയുള്ളത് BJP എങ്ങനെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു എന്നുള്ളതിലാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മഹാവിജയം നേടിയ UDFന് എങ്ങനെ വോട്ട് കുറഞ്ഞു എന്നും പരിശോധിക്കണമെന്നും വിജയത്തിൽ വല്ലാതെ അഹങ്കരിക്കരുതെന്നും പിണറായി വിജയൻ പ്രതിപക്ഷത്തോട് പറഞ്ഞു. പലയിടത്തും നിങ്ങൾക്ക് ഒപ്പം നിന്ന ശക്തികൾ തൃശൂരിൽ നിങ്ങൾക്കൊപ്പം നിന്നില്ലെന്നും ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളെ പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. CPIയുടെ ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് LDFന്റെ വൻ തോൽവിക്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ എറണാകുളത്തെ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലും സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം. സർക്കാരിനെതിരെയുള്ള വികാരമാണ് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചതെന്നും ക്ഷേമ പെൻഷൻ മുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെ കനത്ത തോൽവിക്ക് കാരണമായെന്നും ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. കേരളത്തിൽ ആഞ്ഞുവീശിയത് പിണറായി വിരുദ്ധ തരംഗമെന്ന് NK പ്രേമചന്ദ്രൻ MP. പിണറായിക്ക് കൂടിയുള്ള താക്കീതാണ് തിരഞ്ഞെടുപ്പ് ഫലം. ധാർമ്മികത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായിയെ CPM മാറ്റണം. മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ തുടർന്നാൽ സംഭവിക്കാൻ പോകുന്നത് CPMന്റെ അന്ത്യമാകുമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. തദ്ദേശ വാർഡ് പുനർനിർണയ ബിൽ പാസാക്കിയത് പ്രതിപക്ഷവുമായി ആലോചിക്കാതെയാണെന്നും കേരള നിയമസഭയിൽ മോദി ശൈലി അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. കൂടിയാലോചന നടത്തിയെന്ന തദ്ദേശ മന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണെന്നും സതീശൻ പറഞ്ഞു. ഇത്തരത്തിൽ ബിൽ പാസാക്കാൻ പ്രതിപക്ഷം ഒരു തരത്തിലും അനുവദിക്കില്ല. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയ ബിൽ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി പാസാക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. അസാധ്യം എന്ന് കരുതിയതിനെ സാധ്യമാക്കിയതിന്റെ പേരാണ് രാഹുൽ ഗാന്ധിയെന്ന് കോൺഗ്രസ് MLA PC വിഷ്ണുനാഥ്. തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ മുതൽ കാശ്മീരിൽ ഒമർ അബ്ദുള്ള വരെയുള്ള നേതാക്കൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ രാഹുലിനോടൊപ്പം നടന്നു. എന്നാൽ BJP വിളിച്ച പരിഹാസപ്പേര് വിളിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായതെന്നും വിഷ്ണുനാഥ് പറഞ്ഞു. ചുമരെഴുത്ത് വായിച്ച് അഹങ്കാരം മാറ്റിവെച്ച് ഇനിയെങ്കിലും തിരുത്തിന് തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ ED അന്വേഷണം ആരംഭിച്ചു. സിനിമയുടെ ഒരു നിർമ്മാതാവ് ഷോൺ ആന്റണിയെ ED ചോദ്യം ചെയ്തു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകി. സിനിമയ്ക്ക് 7 കോടി രൂപ മുടക്കിയ വ്യക്തിക്ക് 250 കോടി രൂപ ലാഭമുണ്ടാക്കിയിട്ടും മുടക്കുമുതൽ പോലും നൽകിയില്ലെന്നായിരുന്നു പരാതി. നിർമ്മാതാക്കൾ നടത്തിയത് നേരത്തെ ആസൂത്രണം ചെയ്തുള്ള തട്ടിപ്പാണെന്നും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചുവെന്നും പോലീസ് റിപ്പോർട്ടിംഗിൽ പറഞ്ഞിരുന്നു. പാലക്കാട് നിയോജക മണ്ഡലം MLA സ്ഥാനം ഷാഫി പറമ്പിൽ രാജിവെച്ചു. പാർലമെന്റിലേക്ക് പോകുമ്പോൾ നിയമസഭയിലെ അനുഭവം കരുത്താകുമെന്ന് സ്പീക്കർ AN ഷംസീറിന്റെ ഓഫീസിൽ നേരിട്ടെത്തി രാജി സമർപ്പിച്ച ശേഷം ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. പോയി തോറ്റിട്ട് വാ എന്ന് പറഞ്ഞല്ല പാലക്കാട്ടുകാർ തന്നെ വടകരയ്ക്ക് അയച്ചതെന്നും ഉപതെരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയ ബോധ്യം പാലക്കാട്ടുകാർക്ക് ഉണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. KSRTC ബസ്സുകളിൽ ഡെസ്റ്റിനേഷൻ നമ്പറിംഗ് സിസ്റ്റം നടപ്പാക്കുമെന്ന് KSRTC. ഭാഷാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സ്ഥലനാമങ്ങളുമായി ബന്ധപ്പെട്ട സംവേദനക്ഷമത കുറയ്ക്കുന്നതിനുമായി അക്കങ്ങൾ ഉൾപ്പെടുത്തിയ സ്ഥലനാമ ബോർഡുകൾ തയ്യാറാക്കുകയാണെന്ന് KSRTC അറിയിച്ചു. യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും വളരെ എളുപ്പത്തിൽ സ്ഥലനാമങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഡെസ്റ്റിനേഷൻ ബോർഡുകളിൽ സ്ഥലനാമ നമ്പർ ഉൾപ്പെടുത്തുകയെന്നും KSRTC അറിയിച്ചു. ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചപ്പനികൾക്കെതിരെ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ, മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മാസ്ക്, സാമൂഹിക അകലം, കൈകളുടെ ശുചിത്വം തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങളിലൂടെ ഇൻഫ്ലുവൻസ, ജലദോഷം, ചുമ എന്നിവയെ പ്രതിരോധിക്കാനാകും. സ്വയം ചികിത്സ പാടില്ലെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.
celebrating 100 years of Pulimuttil Silks. നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ രാജ്യത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ കഴിയട്ടെ എന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ആശംസിച്ചു. സർക്കാർ ജീവനക്കാർക്ക് സായാഹ്ന പാർട്ട് ടൈം വിദൂര വിദ്യാഭ്യാസ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ജീവനക്കാർ പഠിക്കാൻ താൽപര്യപ്പെടുന്ന കോഴ്സ് തുടങ്ങുന്നതിന് 2 മാസം മുമ്പായി വകുപ്പ് മേധാവിക്ക് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ അപേക്ഷയിന്മേൽ വകുപ്പ് മേധാവി തീരുമാനമെടുക്കണം. ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി 30 കിലോമീറ്റർ ദൂരത്തിനകത്തുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ ഉപരിപഠനം നടത്തുന്നതിന് അനുമതി നൽകാൻ പാടുള്ളൂ. എന്നാൽ ഇത്തരം കോഴ്സുകളിൽ പങ്കെടുക്കുന്നു എന്ന കാരണത്താൽ ഓഫീസ് സമയത്തിൽ യാതൊരു ഇളവും അനുവദിക്കില്ലെന്ന് മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു. പെരിയാർ മത്സ്യക്കുരുതിയിൽ 13.56 കോടി രൂപയുടെ മത്സ്യനാശം ഉണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. വിഷയം സംബന്ധിച്ച് TJ വിനോദ് MLA സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം സംബന്ധിച്ച് എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ ചർച്ച തുടങ്ങി. ഇന്നലെ കള്ളുഷാപ്പ് ലൈസൻസുകളുമായും ട്രേഡ് യൂണിയൻ ഭാരവാഹികളുമായും മന്ത്രി ചർച്ച നടത്തി. ഇന്ന് സംസ്ഥാനത്തെ ബാർ ഉടമകൾ, ഡിസ്റ്റിലറി ഉടമകളുമായും മന്ത്രി ചർച്ച നടത്തുമെന്നാണ് വിവരം. മുശാവറ തീരുമാനം ലംഘിച്ച് പരസ്യ പ്രസ്താവന നടത്തിയതിന് നാസർ ഫൈസി കൂടത്തായിയെ സമസ്ത താക്കീത് ചെയ്തു. ഇത്തരം പ്രസ്താവനകൾ ആവർത്തിച്ചാൽ നാസർ ഫൈസി കൂടത്തായിക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്നും സമസ്ത നേതാക്കൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഉമർ ഫൈസി മുക്കം മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞത് ശരിയായില്ലെന്ന് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞതാണ് താക്കീതിന് വഴിവെച്ചത്. പാലാ നഗരസഭ കൌൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിനെ CPM പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ നിലപാടുകളുടെ പേരിലാണ് പുറത്താക്കിയത്. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ ബിനു പുളിക്കക്കണ്ടം വിമർശനം ഉന്നയിച്ചിരുന്നു. ബിനുവിനെ പുറത്താക്കാനുള്ള പാലാ ഏരിയ കമ്മിറ്റിയുടെ തീരുമാനത്തിന് CPM കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകി. കൊടുമണ്ണിൽ ഇന്ന് UDF ഹർത്താൽ. അശാസ്ത്രീയ റോഡ് നിർമ്മാണമെന്ന് ആരോപിച്ചാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഇടപെട്ട് ഓവുചാലിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നുവെന്നാണ് കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിക്കുന്നത്. ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുന്നിൽ ഓടയുടെ അലൈൻമെന്റ് മാറിയെന്ന് ആരോപിച്ച് ഓട നിർമ്മാണം തടഞ്ഞു. മന്ത്രിയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരൻ ആരോപിക്കുന്നു. തൃശൂരിലെ തോൽവിയിൽ മേയർ MK വർഗീസ് CPM ജില്ലാ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയ സംഭവത്തിലാണ് CPI അതൃപ്തി അറിയിച്ചത്. സുരേഷ് ഗോപിയുടെ പ്രത്യേക ആഭിമുഖ്യം തനിക്കില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മേയർ പ്രതികരിച്ചു. മറിച്ചുള്ള പ്രചാരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. വാരണസിയിൽ പ്രിയങ്ക മത്സരിച്ചിരുന്നെങ്കിൽ 3 ലക്ഷം വോട്ടിന് മോദി തോൽക്കുമായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി. ഉത്തർപ്രദേശിൽ 2014 ശേഷമുള്ള ഏറ്റവും മോശം പ്രകടനമാണ് BJP കാഴ്ചവെച്ചത്. വാരണസിയിൽ കോൺഗ്രസിന്റെ അജയ് റായിക്കെതിരെ ആദ്യം പിന്നിൽ പോയ മോദി പിന്നീട് 1.6 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. റായ്ബറേലിയിലെ രാഹുലിന്റെ വിജയം കോൺഗ്രസ് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. റായ്ബറേലിയിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് പോരാടിയാണ് വിജയം നേടിയതെന്ന് രാഹുലും കൂട്ടിച്ചേർത്തു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവായ മോഹൻ ചരൺ മാജിയെ ഒഡീഷ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു. ഭുവനേശ്വറിൽ ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിൽ രാജ്നാഥ് സിംഗാണ് പ്രഖ്യാപനം നടത്തിയത്. മോഹൻ ചരൺ മാജി 4 തവണ MP ആയിരുന്നു. ദില്ലിയിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. 1500 മെഗാവാട്ട് വൈദ്യുതി വിതരണം ചെയ്യുന്ന UPയിലെ മണ്ടോളയിലെ പവർ ഗ്രിഡിനെ തീപിടിച്ചതിനെ തുടർന്നാണ് തലസ്ഥാന നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി മുടങ്ങിയതെന്ന് ദില്ലി വൈദ്യുതി മന്ത്രി അതിഷി പറഞ്ഞു. ഇന്നലെ ദില്ലിയിൽ താപനില 42 ഡിഗ്രി കടന്നിരുന്നു. പുതിയ കേന്ദ്ര ഊർജ മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. 3ാം നരേന്ദ്രമോദി സർക്കാരിൽ കുടുംബാധിപത്യമാണെന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി തലമുറകളുടെ സമരത്തിന്റെയും സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും പാരമ്പര്യത്തെ
കുടുംബാധിപത്യമെന്ന് വിശേഷിപ്പിച്ചവർ ഇപ്പോൾ അധികാരം സർക്കാർ കുടുംബത്തിന് വിതരണം ചെയ്തുവെന്ന് രാഹുൽ പറഞ്ഞു. എക്സിലെ തന്റെ പോസ്റ്റിനൊപ്പം കേന്ദ്രത്തിലെ 20 ക്യാബിനറ്റ് മന്ത്രിമാരുടെ പേരും അവർ ആരുടെയൊക്കെ ബന്ധുക്കളാണെന്നുമുള്ള പട്ടികയും രാഹുൽ ഗാന്ധി പങ്കുവച്ചു. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പേരാണ് നരേന്ദ്രമോദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സാമൂഹിക മാധ്യമങ്ങളിൽ പേരിനൊപ്പം ചേർത്ത മോദി കാ പരിവാർ ടാഗ് നീക്കം ചെയ്യണമെന്ന് നരേന്ദ്രമോദി. ബിജെപി നേതാക്കളോടും പ്രവർത്തകരോടുമാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ കുടുംബാധിപത്യമാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചതിന് പിന്നാലെയാണ് മോദിയുടെ ആഹ്വാനം. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പുതിയ കരസേനാ മേധാവി. 30-ന് ഉപേന്ദ്ര ദ്വിവേദി സ്ഥാനമേൽക്കും. നിലവിലെ മേധാവി ജനറൽ മനോജ് പാണ്ഡെയുടെ കാലാവധി ഈ മാസം 30-ന് അവസാനിക്കും. അനധികൃതമായി തോക്ക് കൈവശം വെച്ച കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ കുറ്റക്കാരൻ. ഡെലവേറിലെ ഫെഡറൽ കോടതിയിലെ ജൂറിയാണ് 3 ചാർജുകളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 2018-ൽ തോക്ക് വാങ്ങുന്ന സമയത്ത് തെറ്റായ വിവരങ്ങൾ നൽകി ലഹരി ഉപയോഗം മറച്ചുവെച്ചു, ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്ന സമയത്ത് തോക്ക് കൈവശം വെച്ചു എന്നിവയാണ് കുറ്റങ്ങൾ. 25 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ശിക്ഷ പിന്നീട് വിധിക്കും. വിവാദ ഗോളിന്റെ പിൻബലത്തിൽ ഇന്ത്യയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഖത്തർ. ഇതോടെ ഇന്ത്യ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നിന്ന് പുറത്തായി. ഇന്ത്യ 1 ഗോളിന് മുന്നിട്ട് നിൽക്കുമ്പോൾ ഗോൾ ലൈൻ കടന്ന് പുറത്തുപോയ പന്ത് തിരിച്ചെടുത്ത് ഖത്തറിന്റെ ഡിഫൻഡർ വലയിലാക്കിയ ഗോളാണ് ഇന്ത്യയുടെ ലോകകപ്പ് യോഗ്യത 3-ാം റൗണ്ടിലേക്കുള്ള പ്രതീക്ഷകളെ തകിടം മറിച്ചത്. ചതിയിലൂടെ നേടിയ ആ ഗോൾ റഫറിയിങ്ങിലെ വലിയൊരു പിഴവിലൂടെ അനുവദിക്കപ്പെട്ടതോടെ ഇന്ത്യൻ താരങ്ങൾ മാനസികമായി തകർന്നു. 85-ാം മിനിറ്റിൽ 1 ഗോൾ കൂടി വഴങ്ങി ഇന്ത്യ ആ കൊടുംചൊതിക്കൊപ്പം തളർന്നു വീഴുകയായിരുന്നു. 2020 ലോകകപ്പ് മത്സരത്തിൽ ദുർബലരായ കാനഡയെ 7 വിക്കറ്റിന് തകർത്ത പാകിസ്ഥാന് ലോകകപ്പിലെ ആദ്യ ജയം. ആദ്യം ബാറ്റ് ചെയ്ത കാനഡയെ 106-7 എന്ന നിലയിൽ എറിഞ്ഞൊതുക്കിയ പാകിസ്ഥാൻ 17.3 ഓവറിൽ 3 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി. USA-യോടും ഇന്ത്യയോടും തോറ്റ പാകിസ്ഥാൻ 3 കളികളിൽ നിന്ന് 2 പോയിന്റുമായി ഗ്രൂപ്പ് എയിൽ 3-ാം സ്ഥാനത്താണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.